എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയാണ്, രാവിലെ തന്നെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് തുടങ്ങി. മോനൊരു ഉണ്ണിക്കണ്ണനാക്കി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓടക്കുഴലിൻ്റെ അവന് ആ വീഡിയോ ഷൂട്ട് കഴിയുമ്പോഴേക്കും അതൊരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ പായസം കുടിച്ചു. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര കാണാൻ പോകുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ജീനും ഒരു സിമ്പിൾ ആയിട്ടുള്ള ടീഷർട്ടും, ഒരു ഓവർ സൈസ് ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നതിൻ്റെ എൻ്റെ പ്രധാന ത്രില്ല് എന്ന് പറയുന്നത് എൻ്റെ മോൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അവനെ അതൊന്ന് കാണിക്കുക, അവൻ്റെ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ള അറിയുക. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ മനസ്സിലുണ്ടായിരുന്ന കാര്യം. ഞങ്ങൾ ഒരു 6 o'clock തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തലശ്ശേരിയാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡ്സിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ റോഡ് വഴിയാണ് ഘോഷയാത്ര പോവുക. ഞങ്ങളെന്തായാലും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. 7 o'clock അല്ല 7:30 ആയപ്പോഴാണ് ഘോഷയാത്ര വന്നിട്ടുണ്ടായിരുന്നത്. മോനിത് അത് കണ്ടിട്ട് ഭയങ്കര ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവനിത് എന്താണ് സംഭവം ഒന്നും അറിയണ്ടായില്ല, ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ആളുടെ ഫേസിൽ ഉണ്ടായിരുന്നത്. സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷത്തിൻ്റെ എക്സ്പ്രഷൻ ഒന്നും കാണാനുണ്ടായിട്ടില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ബട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു തന്നെ. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടെ കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഓക്കെയാണ്, കാണാനൊക്കെ നല്ല അടിപൊളി തന്നെ ആയിരുന്നു. കഴിയുന്നത് എല്ലാ വർഷവും ഞങ്ങളിത് കാണാൻ വരാറുണ്ട്. ഇതെൻ്റെ മാമനാണ്. മാമനും കഴിയുന്നത് എല്ലാ വർഷം മാമൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഞാനിതിൽ നിന്നിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും നിൽക്കും എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതെന്തായാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടില്ല കാണാൻ വേണ്ടി. ആ ഒരു മരം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനടിയിൽ കുറച്ച് ഉണ്ണിക്കണ്ണന്മാരും രഥന്മാരും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കൃഷ്ണനാണ്, ഈ മടിയിലിരിക്കുന്ന കൃഷ്ണനാണ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. ആ കൃഷ്ണൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഈ ഒരു ഘോഷത്തിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബ്ലോക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലേക്ക് ഇട്ടു. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും കാണാം. Till then, bye-bye.